ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അർച്ചു സ്പീച്ച് ജേണി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈ ഒരു സൂര്യഗ്രഹണം നിങ്ങൾക്ക് എത്രത്തോളം വിശേഷപ്പെട്ടതാവാൻ പോകുന്നു എന്ന് നോക്കാനാണ്. അപ്പോൾ റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം. ലൈഫിൽ എന്തോ ഒരു വലിയ തീരുമാനം നിങ്ങൾ എടുക്കാൻ പോവുകയാണ്. ആ ഒരു തീരുമാനത്തിന് നിങ്ങൾക്കൊരു ക്ലാരിറ്റി ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ആദ്യം ഇവിടെ സമയം ഇങ്ങനെ ആയിരിക്കുകയാണ് നിങ്ങളുടെ, അതായത് നിങ്ങൾ പോയി നിങ്ങളുടെ ആ ഒരു ഡയറക്ഷൻ ചേഞ്ച് ആവുന്ന രീതിയിലേക്ക് പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് വേണ്ടി ഒരു ക്ലിയർ കട്ട് ഡയറക്ഷൻ മാത്രമേ ഉള്ളൂ. ആ ഒരു ക്ലിയർ കട്ട് ഡയറക്ഷനിലേക്ക് നിങ്ങൾ മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് പേടിയുമാകുന്നുണ്ട് ആ ഒരു ക്ലിയർ കട്ട് ഡയറക്ഷനിൽ കൂടെ പോകാൻ, പക്ഷേ എന്നാലും നിങ്ങൾ പോകുന്നുമുണ്ട്. കാരണം നിങ്ങളുടെ കയ്യിൽ ആ ഒരു ഓപ്ഷൻ അല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല. ഈ ഒരു ഡയറക്ഷനിൽ കൂടെ പോയാലേ പറ്റത്തുള്ളൂ എന്നുള്ള ഒരിതായി. ഇവിടെ നിങ്ങളുടെ അവസ്ഥകൾ കൊണ്ടല്ല നിങ്ങൾ ഇതുവഴി പോകുന്നത്. നിങ്ങളുടെ ആ ഒരു വഴി ഇതാണ് എന്നുള്ള ദൃഢനിശ്ചയത്തോടു കൂടിയാണ് നിങ്ങൾ പോകുന്നത്. പക്ഷേ എന്നാലും ഉള്ളിൽ പേടി, അത് മാറ്റണം നിങ്ങൾ. ഇവിടെ നിങ്ങൾക്ക് പേടിക്കാനുള്ള കാരണമെന്ന് പറയുന്നത് ലാസ്റ്റ് നിങ്ങൾക്ക് ഈ ഒരു ഡയറക്ഷനിൽ കൂടെ പോയാൽ സക്സസ് ലഭിക്കുമോ ഇല്ലയോ എന്നുള്ള ആ ഒരു പേടിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഒരു പേടിയും കൂടാതെ നിങ്ങൾ പല സാഹചര്യങ്ങളിലും മുന്നോട്ട് പോയപ്പോൾ നിങ്ങൾ ഒത്തിരി വിഷമങ്ങൾ കൂടി, അതായത് ഒരു പേടിയും കൂടാതെ ഓരോ വഴി പോയപ്പോഴാണ് പ്രശ്നങ്ങളും വെല്ലുവിളികളും ഭയങ്കരമായിട്ടുള്ള ആൾക്കാരുടെ തടസ്സവും എല്ലാം ഉണ്ടായത്. ഇവിടെ ഈ ഒരു വഴി നിങ്ങൾക്ക് വേണ്ടി ശരിയായിട്ടുള്ള വഴിയാണ്, പക്ഷേ എന്നാലും നിങ്ങളുടെ ഉള്ളിൽ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഉയരുകയാണ്. ഈ ഒരു വഴിയിൽ നിങ്ങൾക്ക് ഒത്തിരി എളുപ്പമാണ് ഈ ഒരു വഴി, അതായത് ഒത്തിരി നല്ല കാര്യങ്ങൾ ഈ ഒരു വഴി നടക്കുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഈ ഒരു വഴിയിൽ കൂടെ പോകുമ്പോൾ നിങ്ങളൊരു ആക്ഷൻ എടുക്കുമല്ലോ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ ശരിയായ വഴിയിലായിരുന്നു എന്ന്. ഇതിൻ്റെ ആ ഒരു സൂചന ദൈവം നിങ്ങൾക്ക് മുന്നേ തന്നെ തരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നമ്പർ 2 നിങ്ങൾക്ക് കാണാൻ സാധിക്കുക, ജോഡിയിൽ ബേഡ്സിനെ കാണാൻ സാധിക്കുക. 2 കളറിലുള്ള ബേഡ്സിനെ കൂടുതലായിട്ട് കാണാൻ സാധിക്കുക. യെല്ലോ ബ്ലൂ ഷെയ്ഡിലുള്ള ബേഡ്സ്, ഇല്ലെങ്കിൽ റെഡ് ഓർ ബ്ലൂ കളർ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ബ്ലൂയിലും റെഡിലുമുള്ള ബേഡ്സ്. ഓറഞ്ച് നിറത്തിലുള്ള ചിത്രശലഭത്തിനെ കാണുക, ബ്ലൂ നിറത്തിലുള്ള ചിത്രശലഭത്തിനെ കാണുക. ഇവിടെ സമയം ആവശ്യപ്പെടുന്നു നിങ്ങൾക്ക് ഈ ഒരു സമയം ഈ നിറത്തിലുള്ള ചിത്രശലഭത്തിനെ കാണണമെന്ന്. ഇതുകൂടാതെ നിങ്ങളുടെ ലൈഫിലെ ഓരോ ഏരിയയിലും നിങ്ങൾക്ക് ന്യായം ലഭിക്കുകയും ചെയ്യുന്നതാണ്. ഇവിടെ ചില ആൾക്കാർക്ക് ചിലപ്പോൾ നിങ്ങളിൽ നിന്നൊരു ഡിസ്റ്റൻസ് വയ്ക്കും, അതായത് അവർ മനഃപൂർവ്വമായിട്ട് എന്തെങ്കിലും വഴക്കുണ്ടാക്കി നിങ്ങളിൽ നിന്ന് ഡിസ്റ്റൻസ് വയ്ക്കും. അത് കാരണം എന്തെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നോട്ടുള്ള ആ ഒരു വഴിയിൽ തടസ്സം ഈ വ്യക്തികൾ കാരണം ഉണ്ടാകും. അതുകൊണ്ട് ദൈവം മനഃപൂർവ്വമായിട്ട് ഇങ്ങനെയുള്ള ആൾക്കാരെ നിങ്ങളുടെ വഴിയിൽ നിന്ന് മാറ്റുന്നതാണ്. അതുകൊണ്ടാണ് അവർ വഴക്കിട്ട് നിങ്ങളിൽ നിന്ന് റിലീസായി പോകുന്നത്, ഡിസ്റ്റൻസ് വയ്ക്കുന്നത്. ഈ ഒരു പുതിയ വഴിയിൽ കൂടെ പോയപ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നിയില്ലേ എത്ര ആൾക്കാരുമായിട്ട് നിങ്ങൾ ഡിസ്റ്റൻസ് വച്ചു എന്ന്? ഇവിടെ കുറേ ആൾക്കാരുമായിട്ട് നിങ്ങൾ ഡിസ്റ്റൻസ് വച്ചിട്ടുണ്ട് എന്നാണ് കാണാൻ സാധിക്കുന്നത് ഇപ്പോഴത്തെ ആ ഒരു വഴിയിൽ കൂടെ പോയപ്പോൾ. ഇപ്പോൾ ഇത്രമാത്രം അകൽച്ച വച്ചിരിക്കുകയാണ്. ഈ ഒരു വഴിയിൽ കൂടെ പോകാൻ തന്നെ നിങ്ങൾക്ക് എളുപ്പമായിരിക്കുകയാണ്. മുന്നേ ഈ വ്യക്തികൾ കാരണം നിങ്ങൾക്ക് ഈ ഒരു വഴിയിൽ കൂടെ പോകാൻ ഭയങ്കര പാടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഈ വ്യക്തികൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് റിലീസായപ്പോൾ നിങ്ങൾക്ക് ഈ വഴി കൂടെ പോകാൻ എളുപ്പമായി. മുന്നേക്ക് നിങ്ങൾ എത്ര തന്നെ മുന്നോട്ട് പോകാൻ ശ്രമിച്ചാലും പാസ്റ്റിലെ ആ ഒരു എനർജി നിങ്ങളെ പിറകിലോട്ട് വലിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ ഈ ഒരു മാറ്റം സമയം നിങ്ങൾക്ക് വേണ്ടി ചെയ്തത് അതിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല, മുന്നോട്ട് പോയിട്ട് നല്ല രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഈ വ്യക്തികൾ നിങ്ങളിൽ നിന്ന് ഈ ഒരു സമയം ദൂരെ മാറിപ്പോയത് നിങ്ങളുടെ നല്ലതിന് വേണ്ടിയാണെന്ന് പിന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. എനിക്കറിയാം പെട്ടെന്ന് ചില ആൾക്കാർ നമ്മളെ വിട്ട് പോകുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ദുഃഖമുണ്ടാവും. പക്ഷെ അതിനെല്ലാം ഒരു കാരണമുണ്ട്, അത് നിങ്ങൾ മനസ്സിലാക്കുക. ചില ആൾക്കാർക്ക് ഒരു വ്യക്തിയെ തന്നെ നഷ്ടപ്പെടും ജീവിതത്തിൽ നിന്ന്. ചില ആൾക്കാർക്ക് ഒരു വ്യക്തിയുമായിട്ടുള്ള ആ ഒരു ഇത്രയും കാലം ഉണ്ടായിരുന്ന ആ ഒരു ബന്ധം ചിലപ്പോൾ ഡിവോഴ്സോ അല്ലെങ്കിൽ ആ വ്യക്തി നമ്മളെ വേണ്ടാന്ന് വെച്ച് പോവുക, അല്ലെങ്കിൽ ഒരു എന്താ പറയുക ബ്രേക്കപ്പ് ആവുകയൊക്കെ ചെയ്യും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻ നമുക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റത്തില്ല. ചില ആൾക്കാർ നല്ല ഒറ്റ സുഹൃത്തുക്കളായിട്ട് കണ്ടവർ പെട്ടെന്ന് പിണങ്ങുന്നു, അതൊക്കെ നമുക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല. പക്ഷേ എല്ലാത്തിനും ഒരു കാരണമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി അതിനെ അഡ്ജസ്റ്റ് ചെയ്യണം. ഇവിടെ നിങ്ങൾക്ക് എപ്പോഴും പ്രകൃതിയുടെ ആ ഒരു സപ്പോർട്ട് എല്ലാ നിമിഷവും ലഭിക്കുന്നുണ്ട്. ഇവിടെ മനഃപൂർവ്വമായിട്ട് ദൈവം നിങ്ങളെ ഒറ്റയ്ക്കാക്കുന്നതാണ്, എങ്കിലേ നിങ്ങളുടെ മുന്നോട്ടുള്ള വഴി നേരെ ആവുകയുള്ളൂ.
ഇവിടെ ചില സമയം നമുക്ക് മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്ത് മോശമാണ് പറയുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല. പക്ഷെ അതെല്ലാം ദൈവം കേൾക്കുന്നുണ്ട്. അപ്പോൾ ദൈവം അതുകൊണ്ടാണ് നമ്മളിൽ നിന്ന് അങ്ങനെയുള്ളവരെ മാറ്റുന്നത്. ഇവിടെ ചില ആൾക്കാരുടെ ആ ഒരു ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് നിങ്ങളെ ഒറ്റപ്പെടുത്തുക, എല്ലാവരിൽ നിന്നും നിങ്ങളെ ഒറ്റപ്പെടുത്തുക, ആരും നിങ്ങളെ സഹായിക്കാൻ പാടില്ല, ആ രീതിയിൽ നിങ്ങളെ ഒറ്റപ്പെടുത്തുക. അതാണ് ഒരു വ്യക്തിയുടെ ഇൻറ്റൻഷൻ. പക്ഷെ ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്ലാൻ ചെയ്ത് വച്ചേക്കുന്ന വേറൊന്നാണ്. ഇവിടെ എന്തായാലും ഈ ഒരു ഒറ്റ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള വ്യക്തികളെ നിങ്ങളിൽ നിന്ന് ദൂരെ മാറ്റിയിരിക്കുന്ന ദൈവം. ഇവിടെ നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കാവത്തില്ല. ഈ ഒരു പുതിയ വഴി നിങ്ങളെ നല്ല ഒരു സക്സസ്സിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഇവിടെ ഈ ഒരു സൂര്യഗ്രഹണം നിങ്ങളെ ഈ ഒരു വഴിയിൽ കൂടെ പോകാൻ വേണ്ടി പ്രേരിപ്പിക്കുകയാണ്. ഇവിടെ ഈ ഒരു വഴിയിൽ കൂടെ പോകുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്തൊക്കെ ടെൻഷൻസ് ഉണ്ടോ, ആ ഒരു കൺഫ്യൂഷൻസ് ഉണ്ടോ, അതെല്ലാം ദൈവം മാറ്റിത്തരുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് പോലും അറിയാൻ പറ്റത്തില്ല എത്ര പെട്ടെന്നാണ് നിങ്ങളുടെ ആ ഒരു ടെൻഷനും കൺഫ്യൂഷനും തടസ്സങ്ങളെല്ലാം മാറിയതെന്ന്. ആ രീതിയിലായിരിക്കും ദൈവം അതെല്ലാം മാറ്റുന്നത്. അപ്പോൾ ഈ ഒരു സൂര്യഗ്രഹണം നിങ്ങളെ ഈ ഒരു വഴിയിൽ കൂടെ പോവാൻ പ്രേരിപ്പിക്കും എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഈ ഒരു സൂര്യഗ്രഹണത്തിൽ ഗ്രഹത്തിൻ്റെ ആ ഒരു സ്ഥിതി ഇങ്ങനെയായിരിക്കും. നിങ്ങൾക്ക് ഒരിക്കലും ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. ആ രീതിയിൽ ഗ്രഹത്തിൻ്റെ ആ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കും. ഇവിടെ ദൈവം സ്വയം നിങ്ങൾക്ക് വേണ്ടി ഇങ്ങനെയുള്ള സ്ഥിതികൾ ക്രിയേറ്റ് ആക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് ഫേവറായിട്ടുള്ള സ്ഥിതികൾ. ഈ ഒരു പുതിയ വഴിയിൽ നിങ്ങൾ ഒറ്റയ്ക്ക് ഒരിക്കലും ആവത്തില്ല. നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഒത്തിരി ആൾക്കാർ ഉണ്ടാകും എന്നാണ് കാണാൻ സാധിക്കുന്നത്. ദൈവം അതിനു വേണ്ടിയുള്ള പല പദ്ധതികളും പ്ലാൻ ചെയ്ത് വച്ചിട്ടുണ്ട്. നിങ്ങളുടെ മുന്നോട്ടുള്ള വഴിയിൽ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതിനനുസരിച്ച് ദൈവം നിങ്ങളെ സപ്പോർട്ട് ചെയ്യും എന്നാണ് കാണാൻ സാധിക്കുന്നത് ഈ ഒരു പുതിയ വഴിയിൽ. ഇവിടെ നിങ്ങൾ എന്ത് വഴിയാണോ ചൂസ് ചെയ്തത് ഈ വഴിയിൽ കൂടെ തന്നെയായിരിക്കും നിങ്ങൾക്ക് മാനസികമായിട്ടുള്ള ശാന്തി ലഭിക്കുന്നത്. ഈ ഒരു കാര്യം നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ പറയുന്നുണ്ട്, പക്ഷേ നിങ്ങളത് കേൾക്കുന്നില്ല. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ പറയുന്നത് നിങ്ങൾ കേൾക്കുക. ഇവിടെ എന്തെങ്കിലും ഒരു മെസ്സേജ് ഈ ഒരു സൂര്യഗ്രഹണത്തിന് ശേഷം നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഏതെങ്കിലും വ്യക്തി മുഖേനോ അല്ലെങ്കിൽ കോൾ മുഖേനോ മെസ്സേജ് മുഖേനോ എന്തോ ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് എത്തുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ചിലപ്പോൾ ഏതെങ്കിലും വ്യക്തി ട്രാവൽ ചെയ്ത് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു, നിങ്ങൾക്ക് ഒരു മെസ്സേജ് തരുവാനായിട്ട്. ഇവിടെ നിങ്ങളുടെ സ്വന്തം ആൾക്കാർ ചിലപ്പോൾ വേറെ സ്ഥലത്താണ് ഉള്ളത്, ഈ സ്റ്റേറ്റിലല്ല വേറെ സ്റ്റേറ്റിൽ, അതല്ലെങ്കിൽ വേറെ കൺട്രിയിലൊക്കെ ആണെങ്കിൽ അവർ നിങ്ങളെ കാണാൻ വേണ്ടി നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ടുള്ള ഒരു എനർജിയും കാണാൻ സാധിക്കുന്നു. ഇല്ല എങ്കിൽ നിങ്ങൾ ട്രാവൽ ചെയ്ത് അങ്ങോട്ട് പോവുക, അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മെസ്സേജ് ആരെങ്കിലും ഭാഗത്തുനിന്ന് ലഭിക്കുക, അതും കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ എന്തായാലും ഒരു വ്യക്തിയുടെ മെസ്സേജ് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ആരാണോ നിങ്ങളെ തേടി വരുന്ന ആ വ്യക്തി മെസ്സേജ് പാസ് ചെയ്യാൻ വേണ്ടി ആ വ്യക്തി വളരെ പേടിച്ചായിരിക്കും നിങ്ങളോട് കാര്യങ്ങൾ പറയുന്നത് എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇതെന്തോ പുതിയൊരു കാര്യമാണ് എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഈ വ്യക്തിക്ക് മെയിനായിട്ടൊരു പർപ്പസ് ഉണ്ടാവത്തില്ല. ഈ വ്യക്തി കേവലം നിങ്ങളോട് എന്തെങ്കിലും ഒരു കാര്യം പറയാൻ വേണ്ടി മാത്രം വരുന്നതായിരിക്കാം. അതായത് ഒരു കാര്യം ഇവർക്കറിയാം, അത് നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിട്ട്. നിങ്ങൾ എന്തായാലും ഈ വ്യക്തിയോട് സംസാരിക്കാൻ ആഗ്രഹിക്കാത്ത വ്യക്തിയാണ് ഈ വ്യക്തി. ജസ്റ്റ് ഹായ് ഹലോ അത്രമാത്രമാണ് നിങ്ങളും ഇവരും തമ്മിലുള്ളത്. കാരണം നിങ്ങളുടെ ശത്രുവായ വേറൊരു വ്യക്തിയുടെ പക്ഷം ചേരുമായിരുന്നു ഈ വ്യക്തി. ഭയങ്കരമായിട്ട് ഒരു എന്താ പറയുക തെറ്റായ ഒരു ബിഹേവിയർ നിങ്ങളോട് വച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ താല്പര്യമില്ലായിരുന്നു സംസാരിക്കാൻ ഇവർക്ക്. പക്ഷെ അങ്ങനെയുള്ള വ്യക്തി പെട്ടെന്ന് നിങ്ങളോട് സംസാരിക്കാൻ വരുമ്പോൾ നിങ്ങൾക്കും ഒരു അത്ഭുതം തോന്നും. അതായത് മുന്നേ ഈ വ്യക്തി നിങ്ങളോട് ഇങ്ങനെയല്ല പെരുമാറിയത്, ഇപ്പോൾ എന്താ പേടിച്ച് ഇങ്ങനെ എന്നോട് സംസാരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് തന്നെ തോന്നും. ഇവിടെ നിങ്ങളുടെ ആ ഒരു ഊർജം മറ്റൊരു വ്യക്തിയെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിപ്പിക്കുന്നുണ്ട് എന്നാണ് കാണാൻ സാധിക്കുന്നത്. കാരണം ഇവർ നിങ്ങൾക്കെതിരെ ഈസി ആയിട്ട് നിങ്ങളെ ടാർഗറ്റാക്കി പ്ലാൻ ചെയ്യുമായിരുന്നു. അതായത് നിങ്ങളെ എങ്ങനെയൊക്കെ വിഷമിപ്പിക്കാമോ അങ്ങനെയെല്ലാം വിഷമിപ്പിച്ചുകൊണ്ടിരുന്നു ഈ വ്യക്തി. അതായത് ഇവർ ചെയ്യുന്ന ഒരു പ്ലാനിങ് മതി നിങ്ങൾ അവരുടെ ആ ഒരു വലയിൽ വീഴുമായിരുന്നു. ഇവിടെ മുന്നേ അങ്ങനെയായിരുന്നു, പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ ഇവർ എത്ര തന്നെ പ്ലാനിങ് ചെയ്തിട്ടും നിങ്ങളെ ദൈവത്തിൻ്റെ ആ ഒരു സപ്പോർട്ട് ഇവരുടെ ആ ഒരു പ്ലാനിങ്ങിൽ നിന്നെല്ലാം നിങ്ങളെ പുറത്തു കൊണ്ടുവരുന്നു. അപ്പോൾ ഇവർക്ക് ഒരു അത്ഭുതം, ദൈവമേ ഞങ്ങൾ എന്ത് പ്ലാനിങ് ചെയ്തിട്ടും ഈ വ്യക്തി രക്ഷപ്പെടുകയാണല്ലോ എന്ന് തോന്നുന്നു ഇവർക്ക്.
അപ്പോൾ ഇവർക്ക് തന്നെ ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്, എന്താണ് കാരണം, എന്താണ് ഇവർക്ക് ഇങ്ങനെ സപ്പോർട്ട് ലഭിക്കുന്നതെന്ന് ഇവർ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നുണ്ടായിരിക്കും, ഇങ്ങനെയുള്ള ആൾക്കാരുടെ മേൽ ഫോക്കസ് ചെയ്യുന്നില്ലായിരിക്കാം. നിങ്ങൾ നിങ്ങളുടെ കരിയറിൽ ഫോക്കസ് ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങൾ ഒന്നും ചെയ്യാതെ തന്നെ നിങ്ങളുടെ ശത്രുക്കളുടെ പല പ്ലാനും നിങ്ങൾ തകർക്കുന്നു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ കൂടെ ഇവരുടെ ഒരു പ്ലാനിങ്ങും നടക്കുന്നില്ല. അത് കാരണമാണ് ആൾക്കാർ പേടിച്ച് നിങ്ങളോട് സംസാരിക്കുന്നത്. എന്ത് ഹൈഡാക്കി വച്ചിരിക്കുന്ന കാര്യമായാലും അത് നിങ്ങളുടെ മുന്നിൽ ഉറപ്പായിട്ടും വരിക തന്നെ ചെയ്യും. ഇവിടെ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഒരു ന്യായത്തിൻ്റെ ആ ഒരു ന്യൂസ് ലഭിക്കുന്നതാണ്. ഇവിടെ ആ വ്യക്തി എപ്പോഴാണോ നിങ്ങളുടെ മുന്നിൽ വരുന്നത് ആ ഒരു സമയമായിരിക്കും നിങ്ങൾക്ക് ആ ഒരു ന്യായത്തിൻ്റെ ആ ഒരു ന്യൂസ് ലഭിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ കൂടെ ഉറപ്പായിട്ടും ഒരു ന്യായം സംഭവിച്ചു കഴിഞ്ഞു എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ എന്തായാലും നിങ്ങളുടെ കൂടെ ഒരു ന്യായം സംഭവിച്ചു കഴിഞ്ഞു. ഈ ഒരു സൂര്യഗ്രഹണത്തിൻ്റെ അടുത്തായിട്ട് നിങ്ങൾക്ക് ആ ഒരു ന്യായം സംഭവിച്ച വാർത്ത സൂര്യഗ്രഹണത്തിന് ശേഷമോ അല്ലെങ്കിൽ മുന്നോട്ടോ നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ സൂര്യഗ്രഹണത്തിന് ശേഷം മുന്നേ ഒരു വ്യക്തി നേരിട്ട് നിങ്ങളുടെ വീട്ടിൽ വന്ന് നിങ്ങളോട് സംസാരിക്കും ആ ഒരു ന്യായത്തിൻ്റെ കാര്യം എന്നാണ്. ചിലപ്പോൾ ആ വ്യക്തി മറ്റൊരു വ്യക്തിയുടെ കാര്യമായിരിക്കാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഈ വ്യക്തി നിങ്ങളുടെ വീട്ടിൽ വരുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് സന്തോഷമൊന്നും തോന്നത്തില്ല. കാരണം ഈ വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് വലിയ ഒരു ബന്ധമൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ ഈ വ്യക്തി വരുമ്പോൾ ആദ്യമൊന്നും നിങ്ങൾക്ക് ഇഷ്ടപ്പെടത്തില്ല. പക്ഷേ നിങ്ങൾ ആ വ്യക്തിയുടെ വാക്കുകൾ ശ്രദ്ധാപൂർവം കേൾക്കും. പക്ഷേ ഇവർ നിങ്ങളോട് എന്തൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങൾ വളരെ മോശം രീതിയിൽ ഇവരോട് പെരുമാറത്തില്ല. നല്ല രീതിയിലായിരിക്കും ഇവരോട് പെരുമാറുന്നത്. ചിലപ്പോൾ ഈ വ്യക്തി റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും കാര്യം നിങ്ങൾക്കറിയാൻ സാധിക്കും, അല്ലെങ്കിൽ മറ്റൊരു വ്യക്തി റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും കാര്യം ഈ വ്യക്തിയിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും ഈ വ്യക്തി നിങ്ങളോട് വളരെ സങ്കോചത്തിലായിരിക്കും സംസാരിക്കുന്നത്. ഇവിടെ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, എന്തോ വലിയൊരു ജഡ്ജ്മെൻറ്റ് നിങ്ങളുടെ ഫേവറിൽ വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് ന്യായം ലഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഇത്രയും ഗ്രഹങ്ങൾ ചേർന്ന് നിങ്ങളെ വലിയൊരു പരിണാമത്തിലേക്ക് കൊണ്ടുപോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങളിലൂടെ ഒരു സക്സസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട്. ഇവിടെ പല പ്രാവശ്യവും ആൾക്കാർ നിങ്ങളുടെ മുന്നിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങൾക്കെതിരായിട്ട് പ്രവർത്തിച്ചു, എന്നിട്ട് നിങ്ങളുടെ മുഖത്ത് നോക്കി ചിരിച്ചു. അപ്പോഴെല്ലാം നിങ്ങൾ ക്ഷമിച്ചിരുന്നു. പക്ഷേ ഇനി നിങ്ങളോട് ഇവരെന്താണോ ചെയ്തതെന്ന് അപ്പുറമായിരിക്കും ഇവർക്ക് ഇനി അനുഭവിക്കേണ്ടി വരിക. ഇവിടെ നിങ്ങളെ ഹീലിംഗ് ചെയ്യുകയാണ് ദൈവം എന്നാണ് കാണാൻ സാധിക്കുന്നത്. അതായത് സൂര്യഗ്രഹണത്തിന് ശേഷം നിങ്ങളുടെ സമയം വളരെ നല്ലതാവുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ സൂര്യഗ്രഹണത്തിന് ശേഷം നിങ്ങളുടെ ആഗ്രഹങ്ങളെ പൂർണ്ണമാക്കാൻ വേണ്ടി കൂടുതലായിട്ടും നിങ്ങൾ ശ്രമിക്കുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാകും എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ട്രാവൽ നടക്കുക, നിങ്ങളുടെ സമയം നല്ലതാവുക, അതൊക്കെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ പാസ്റ്റിലെ ആ ഒരു ദുഃഖത്തിൽ നിന്നെല്ലാം നിങ്ങൾ മാറുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ ഭയങ്കരമായിട്ട് സെൽഫ് ലവ് ചെയ്യുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. നല്ല ജീവിതം ജീവിക്കാനുള്ള ആ ഒരു തയ്യാറെടുപ്പ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ സൂര്യഗ്രഹണത്തിന് ശേഷം നിങ്ങളുടെ എന്തോ വലിയൊരു ആഗ്രഹം പൂർണ്ണമാകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് സൂര്യഗ്രഹണത്തിന് ശേഷം നിങ്ങൾ മനസ്സിൽ ചിന്തിക്കും, സഡനായിട്ട് ആ ഒരു ആഗ്രഹം നടക്കും. അങ്ങനെ ഒരു എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നു. ഇവിടെയോ നിങ്ങൾ കറങ്ങാൻ പോകുന്നതായിട്ടുള്ള ആ ഒരു പ്ലാനിങ് ഉണ്ടാകുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് എന്താണോ ഇഷ്ടമുള്ളത് ആ ഒരു ഇഷ്ടം നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ എന്തോ വലിയൊരു കാര്യമാണ് നടക്കാൻ പോകുന്നത് എന്നാണ് കാണാൻ സാധിക്കുന്നത്. അതായത് എന്തോ വലിയൊരു ആഗ്രഹം ഈ ഒരു സമയം ഒരിക്കലും നടക്കത്തില്ല, ഇമ്പോസിബിൾ ആണെന്ന് കരുതിയ എന്തോ ഒരു കാര്യം നിങ്ങൾക്ക് നടത്തി കിട്ടുന്നതായിട്ട്, ആ ഒരു ആഗ്രഹം നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് വേണ്ടി ആരോ സർപ്രൈസ് പ്ലാൻ ചെയ്യുന്നതായിട്ടാണ്. ഇവിടെ സഡനായിട്ട് നിങ്ങൾക്ക് സന്തോഷം ലഭിക്കുന്ന ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകും എന്നാണ് കാണാൻ സാധിക്കുന്നത്. രാവിലെ എണീച്ച ഉടനെ കൈകൾ രണ്ടും നമ്മൾ ഭഗവാന്റെ മുമ്പിൽ തൊഴാൻ വേണ്ടി കൂപ്പി വയ്ക്കത്തില്ല, അതേപോലെ വച്ചിട്ട് ദൈവമേ എൻ്റെ ആ ഒരു ജീവിതത്തിലേക്ക് അങ്ങ് സന്തോഷം കൊണ്ടുവന്നതിന് ഒത്തിരി നന്ദി, എൻ്റെ ലൈഫിലേക്ക് മിറാക്കിൾ കൊണ്ടുവന്നതിന് ഒത്തിരി നന്ദി ദൈവമേ, എൻ്റെ ലൈഫ് വളരെ എളുപ്പമാക്കിയതിന് ഒത്തിരി നന്ദി ദൈവമേ എന്ന് പറഞ്ഞിട്ട് ആ കൈ കൂപ്പി വച്ചിരിക്കുന്ന കൈ ഒന്ന് അതേപോലെ കണ്ണിലേക്ക് വയ്ക്കുക. ഇത് നിങ്ങൾ രാവിലെ എണീച്ചൊന്നെ ചെയ്യുക എല്ലാ ദിവസവും.
ഇവിടെ സൂര്യഗ്രഹണത്തിന് ശേഷം നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇത് എൻ്റെ ഡിവൈൻ ടൈമിംഗ് ആണ്, അതുകൊണ്ടാണ് എൻ്റെ ലൈഫിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന്. ഇവിടെ ശരിയായ സമയത്ത് ശരിയായ ഒരു സ്ഥലത്ത് നിങ്ങൾ ഉണ്ടാവുന്നതായിട്ടും അവിടെ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു യൂസ് കിട്ടുന്നതായിട്ടുമാണ് കാണുന്നത്. അതായത് ആ ഒരു സ്ഥലത്ത് നിങ്ങൾ എത്തുന്നതിലൂടെ നിങ്ങളുടെ ആ ഒരു ഫ്യൂച്ചർ തന്നെ മാറുന്നതായിട്ടുള്ള ആ ഒരു എനർജി. ഇവിടെ നിങ്ങളുടെ ആ ഒരു പ്ലാനിങ് അനുസരിച്ചല്ല ഇത് സംഭവിക്കുന്നത്, ദൈവത്തിൻ്റെ പ്ലാനിങ് അനുസരിച്ചാണ് ഇത് സംഭവിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് വളരെ വലിയൊരു സ്പിരിച്വൽ സപ്പോർട്ട് ഒരു വ്യക്തി മുഖേന അല്ലാതെ ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഈ ഒരു പ്രാവശ്യം നിങ്ങളുടെ പ്ലാനിങ് ഒരിക്കലും വിഫലമായി പോകത്തില്ല എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു വഴി തെറ്റാണോ ശരിയാണെന്നുള്ളൊരു കൺഫ്യൂഷനുണ്ട്. ഇനി നിങ്ങൾക്ക് അങ്ങോട്ട് ലാഭം എന്ന് പറയുന്ന ആ ഒരു വാക്കുകളായിട്ട് കേൾക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ വഴി ശരിയാണ്, ഇതിലൂടെ എനിക്ക് ലാഭം മാത്രമാണ് ലഭിക്കാൻ പോകുന്നത് എന്ന്. അപ്പോൾ നിങ്ങളുടെ അന്തരാത്മാവ് പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് എങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്ക് ലാഭം മാത്രമാണ് ലഭിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് റീഡ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് എല്ലാവർക്കും ബൈ. ഓ നമസ്തേ. താങ്ക് യു സോ മച്ച്.